ഒന്നും പറയാനില്ല, അടിപൊളി പടം, ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യണം കേട്ടോ. കാരണം മമ്മൂട്ടിയിലൊക്കെ എന്ത് പറയാൻ, എനിക്ക് സംശയമുണ്ട് ഭയങ്കര ഏരിയ പോലെയാണ് അത്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ലെവലിൽ അഭിനയിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഇൻസ്പിറേഷനാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യുക, അടിപൊളി പടം, ഫാമിലി. എനിക്ക് തന്നെ പറയുന്നത് കിടിലാണ്. മമ്മൂട്ടി ഒരു രക്ഷയില്ല, പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇഴക്കാലത്ത് മമ്മൂട്ടി ഈ വീട്ടിലുള്ള ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജന്മത്തിന് കാണാൻ കിട്ടുമോന്നില്ല, എനിക്ക് അറിഞ്ഞു. കിടിലം പടം, ഒന്നും പറയില്ല. അടിപൊളി സൂപ്പർ പടം, മമ്മൂട്ടി സൂപ്പറായിട്ട് പൊളിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയിലെ നടന് പുള്ളിക്കാരൻ തന്നെ ചാലഞ്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ ബാക്കി രണ്ടുപേരും സിദ്ധാർത്ഥ് പിന്നെ അർജുൻ, അവരും ശരിക്കും കട്ടയ്ക്ക് നിന്ന് ചെയ്തിട്ടൊരു മൂവിയാണ് കേട്ടോ. ശരിക്കും വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ഡോണ്ട് മിസ് ദിസ് ഇൻക്രെഡിബിൾ മൂവിയാണ്. മിസ് ചെയ്യരുത്, കാണണം. ഓക്കെ, താങ്ക് യു. വാക്കുകളില്ല പറയാൻ. ഐ തിങ്ക് പുള്ളിക്കാരൻ അങ്ങ് ടോട്ടലി ഫ്രീ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഒരു ഏജ് എത്തിയപ്പോൾ നൗ ഹി ഈസ് റെഡി ടു എക്സ്പെരിമെൻറ്റ്, എന്തും എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൂവീസാണ്. സോ ഐ തിങ്ക് ഹി ഈസ് ഗോയിങ് ടു വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസസ് ഓഫ് ഹിസ് ലൈഫ് ആസ് എൻ ആക്ടർ. പ്രമേയമല്ലാതെ മമ്മൂട്ടി യുവ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല സൂപ്പർ ഫിലിമാണ്. എന്താണ് സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വ്യത്യസ്ത അനുഭവം നമുക്ക് കാണാവുന്നതാണ്. വ്യത്യസ്ത അനുഭവം തന്നെയാണ് കേട്ടോ, സൂപ്പർ ഫിലിമാണ്. കൊള്ളാൻ പടം. മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞ് ചില പടങ്ങൾ ഇറക്കിയല്ലോ, ഇതാണ് മുത്തശ്ശി കഥ. പിന്നെ മമ്മൂക്കെ പോലൊരു നടൻ ഇങ്ങനൊരു റോളൊക്കെ ചെയ്യുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. വേറൊരു നടന്മാരും ചെയ്യില്ല, ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടന്മാരും ചെയ്യില്ല. പിന്നെ ഇതിൽ അർജുൻ അശോകൻ തകർത്തിട്ടുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ തകർത്തിട്ടുണ്ട്. ആകെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ മെയിനായിട്ട്. ബാക്കി മേക്കിംഗ് അപാര മേക്കിംഗ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ പറയാൻ കുഴപ്പമുണ്ടോ? ദാറ്റ് വാസ് ജെന്യുവൻലി വൺ ഓഫ് ദ ബെസ്റ്റ് മോഡേൺ മലയാളം സിനിമ ഹാസ് ടു ഓഫർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ ഡി നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ലൈക്ക് ദിസ്. I am so happy because I was kind of losing hope in Malayalam cinema. പക്ഷേ just the performance, the sound design, the direction, the lighting was beautiful. It was beautiful. I almost wanted to cry. It was so good. രക്ഷയില്ല കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് തമ്മിലുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടറും അശോക് പുള്ളിയുടെ ക്യാരക്ടേഴ്സും ഭയങ്കര ഡോമിനേറ്റിംഗ്, അല്ലെങ്കിൽ ഒരു സ്ലേവറി അൾട്ടിമേറ്റ് എന്ന് പറയുന്നല്ലോ പുള്ളി. അത് മമ്മൂട്ടിക്ക് ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ പട്ടണത്തിൽ പോകുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ അറ്റ്മോസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മമ്മൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പ് ഈ ക്യാരക്ടർ മുമ്പ് ഇതേപോലെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷനിൽ പുള്ളി ചെയ്തിട്ടില്ല. ഇത് പക്ഷേ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടൊണാരിറ്റി റേഞ്ചിൽ എടുത്താലും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫാന്റസി ത്രില്ലർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. അറ്റ്മോസ്റ്റ് പീക്ക് ലെവലിലോട്ട് മമ്മൂട്ടിയുടെ എക്സ്പീരിയൻസ് പോയിട്ടുണ്ട്, പക്കയായിട്ട് മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഡേൺ സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ, അതായത് ഇതിപ്പം 17ാം നൂറ്റാണ്ടിലെ സിനിമ പറയുന്നതാണ്. പക്ഷേ അത് ഇപ്പോഴും ഈ അറ്റ്മോസ്റ്റ് 21st സെഞ്ച്വറിയിൽ അതൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ പറ്റിയത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് എന്നേ പറയുള്ളൂ ഈ സിനിമയ്ക്ക്. അത്രമാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒന്നും പറയല്ല, അറിയാലോ മമ്മൂട്ടിയാണ്, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടം എക്സ്പീരിയൻസ് വൈസ് മൂവി എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ദ പീക്കാണ് സത്യം പറഞ്ഞത്. പടം സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിക്കൽ വാച്ചാണ്, അത്രേ ഉള്ളൂ. പിന്നെ കാലമേ തെളിയിക്കുമോ അല്ലെ പിറക്കുമോ ഇതുപോലെ അവതാരം, കാലമേ പിറക്കുമോ ഇതുപോലെ അവതാരം, അതേ ഉള്ളൂ. അല്ല, ആ സ്റ്റോറി നമുക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാം.